പൂജനീയനായ വിശാലാനന്ദ സ്വാമിജി, ഗുരുഗ്രാമത്തിൻ്റെ പ്രസിഡൻ്റായ ഈ യോഗാധ്യക്ഷൻ പ്രതിഭ അശോകൻ അവറുകൾ, എൻ്റെ ബാല്യം തൊട്ടേ സൗഹൃദം ഉണ്ടായിരുന്ന, വളരെ യാദൃച്ഛികമായി ഇവിടെ കാണാൻ ഇടവന്ന SNDP യോഗം 27-ാം നമ്പർ ശാഖയുടെ സെക്രട്ടറി ശ്രീ പ്രദീപ് ലാവൽ, KNM പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡൻറ്റ് ശ്രീ TS സലീം, ചങ്ങനാശ്ശേരി SNDP യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ചന്ദ്രൻ സാർ അവറുകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പള്ളാത്തുരുത്തി സന്ദേശത്തിൻ്റെ പ്രായോഗികത എന്നുള്ളതാണ് ഞാൻ അവതരിപ്പിക്കേണ്ടുന്ന വിഷയം. ഈ പരിപാടിയെ സംബന്ധിച്ച ഓൺലൈൻ പരസ്യങ്ങൾ സാർവത്രികമായി പ്രചരിപ്പിച്ച സന്ദർഭത്തിൽ ഒരു 100 പേരെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ പള്ളാത്തുരുത്തി സന്ദേശം എന്ന്. അതിനർത്ഥം പള്ളാത്തുരുത്തി സന്ദേശം തൃപ്പാദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് ഏതാണ്ട് 100 വർഷമാകാൻ പോകുകയാണ്. എങ്കിലും ഈ സന്ദേശത്തെ വേണ്ടതുപോലെ അറിഞ്ഞവർ വളരെ ചുരുക്കമാണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ വേദിയിൽ ഈ വിഷയം ശ്രവിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന നിങ്ങളിലധികവും ഈ സന്ദേശം മനസ്സിലാക്കിയിട്ടുള്ളവരാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ആ സന്ദേശത്തെ അതുപോലെ തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇനിയുള്ള വേദികളിൽ ഈ പള്ളാത്തുരുത്തി സന്ദേശം അച്ചടിച്ച് വരുന്നവർക്കെല്ലാം നൽകേണ്ടുന്നതാണ് എന്ന് സംഘാടകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. കാരണം ഈ സന്ദേശം എന്താണെന്നറിയാതെ ഇത് പ്രായോഗികമാക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ ഗുരുവിൻ്റെ സന്ദേശം ഇതാണ്. ഇത് 1927 SNDP യോഗത്തിൻ്റെ പള്ളാത്തുരുത്തി സമ്മേളനത്തിന് അയച്ച സന്ദേശമാണ്. സമുദായ സംഘടനയെപ്പറ്റിയും മത പരിഷ്കാരത്തെപ്പറ്റിയും നിങ്ങൾ ഗൗരവമായ ചില ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്നറിയുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്നു. എന്നാൽ സംഘടനയുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കാൻ ആകരുത്. മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു സംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേരുന്ന ശ്രമം മാത്രമായി കലാശിക്കരുത്. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമ ആദർശത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ രീതിയായിരിക്കുമെന്ന് തോന്നുന്നു. മതപരിവർത്തനം കൂടാതെ ആ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് സനാതനധർമ്മം മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും മതസ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയിരിക്കുന്നതാണ്. ഇതാണ് പള്ളാത്തുരുത്തി സന്ദേശം. ഇതിൽ ഇപ്പം നമ്മളിങ്ങനെ വായിച്ചു പോയെങ്കിലും ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടുന്ന ഒരു സന്ദേശമാണ്.
അതിലേറ്റവും സുപ്രധാനമായി നാം അറിയേണ്ടുന്നത്, ഗുരു പറയുകയാണ്, ഇത് ഇങ്ങനെ, അതായത് ഇതിനൊരു സന്ദർഭമുണ്ട്. 927 ഗുരു ഈ സന്ദേശം പുറപ്പെടുവിക്കുന്നതിന് പശ്ചാത്തലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് 1920 മഹാകവി കുമാരനാശാനും ബോധാനന്ദ സ്വാമികളും ചൈതന്യ സ്വാമികളും ഒക്കെ മുൻകൈയെടുത്ത് ഗുരുവിൻ്റെ കൽപ്പനകളെ പാലിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അക്കാലത്ത് രൂപപ്പെട്ടിരുന്നു. പ്രധാനമായും ബോധാനന്ദ സ്വാമി നേതൃത്വം കൊടുത്ത ധർമ്മഭട സംഘമാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് ഇന്നത്തെ മാതിരിയല്ല. ഇന്നിപ്പം സ്വാമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പള്ളാത്തുരുത്തി സന്ദേശം കൊടുത്തിട്ട് 100 വർഷം കഴിയുമ്പോഴും ഇന്നും 16 അടിയന്തരം നടത്തുന്നവരാണ് ഗുരുവിശ്വാസികളെന്ന് കരുതുന്നവർ ബഹുഭൂരിപക്ഷവും. എന്നാൽ അന്ന് 1920കളിൽ ജീവിതത്തിലെ സുപ്രധാനമായ ഓരോ ചടങ്ങുകളും ഗുരു കൽപ്പിതമായ രീതിയിൽ തന്നെ നടത്തണം എന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടരുണ്ടായിരുന്നു, ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ ആചാരങ്ങളും ഗുരു കൽപ്പിതമായ രീതിയിൽ മാത്രമേ നടത്തൂ എന്ന് നിർബന്ധമുള്ളവരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, താണിശ്ശേരി ലഹള കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഈ പള്ളാത്തുരുത്തി സന്ദേശം പുറപ്പെടുവിപ്പിക്കുവാൻ തൃപ്പാദങ്ങൾക്ക് പ്രചോദനം നൽകിയ കാരണങ്ങളാണ്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്, സമുദായ സംഘടനയെപ്പറ്റിയും മതപരിഷ്കാരത്തെപ്പറ്റിയും നിങ്ങൾ ഗൗരവമായി ആലോചന ചെയ്തു വരുന്നു എന്ന് ഗുരു പരാമർശിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ താണിശ്ശേരി ലഹള എന്ന് പറയുന്നത് നേരത്തെ സ്വാമിജിയുടെ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ കീഴ്വഴക്കമെന്ന് പറയുന്നത് മരണാന്തര ചടങ്ങ് 16 മുതൽ 41 വരെയും അങ്ങനെ സുദീർഘമായി നീളുന്ന ഒരു ആചാര പ്രക്രിയയായിരുന്നു. എന്നാൽ ഗുരു കൽപ്പിച്ചു 10 ദിവസം കൊണ്ട് ഈ മരണാന്തര ചടങ്ങുകൾ തീർക്കണം. അതേപോലെ പരമാവധി പോയാൽ 8 അണയെ ചെലവഴിക്കാവൂ. ഇതിൻ്റെ പേരിൽ ഈ നേരത്തെ സ്വാമി സൂചിപ്പിച്ച മാതിരിയുള്ള ആഘോഷങ്ങളൊന്നും പാടുള്ളതല്ല, ദുർവ്യയം ഒഴിവാക്കണം. മരിച്ചയാൾ മരിച്ചു പോയി, വീട്ടിലുള്ളവർ പ്രാർത്ഥന മാത്രം 10 ദിവസം പ്രാർത്ഥിക്കുക, വീട്ടിലുള്ളവർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെ ജീവിച്ചിരിക്കുന്നവരുടെ നന്മയാണ് ഗുരു ആഗ്രഹിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, മരണാന്തര ചടങ്ങുകളൊന്നും മരിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല, അത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ ഈ മരണത്തെയും ഈ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെയും മനുഷ്യർക്ക് നന്മ നൽകുന്ന തരത്തിൽ വിനിയോഗിക്കണം എന്നുള്ളതായിരുന്നു സ്വാമി തൃപ്പാദങ്ങളുടെ ഇംഗിതം. അതനുസരിച്ച് പരമാവധി പോയാൽ 10 ദിവസം ഈ ഇത്തരം ആചാരങ്ങൾ പാലിക്കുക, പ്രാർത്ഥന ചെയ്യുക, 11 കൊണ്ട് തീർക്കുക. ഇതായിരുന്നു ഗുരുകൽപ്പന. എന്നാൽ നാട്ടു നടപ്പോ 16 അപ്പോൾ താണിശ്ശേരിയിൽ ഒരു ഗുരുഭക്തൻ ഗുരുകൽപ്പന പ്രകാരം 10 ദിവസത്തെ പ്രാർത്ഥനയോടുകൂടി ചടങ്ങ് അവസാനിപ്പിക്കുവാനും ഗുരുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കുവാനും ശ്രമിച്ചപ്പോൾ ഈ വർണ്ണവാദികൾ അത് നടപ്പിലാക്കാൻ സമ്മതിക്കാതെ 16 നിങ്ങൾ ചടങ്ങ് നടത്താവൂ, നിങ്ങൾക്ക് പാപം കൂടിയ ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, 16 ചെയ്യാവൂ, 10 നടത്തേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്, അപ്പം ഞങ്ങളുടെ അവകാശത്തെ നിങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല എന്ന തരത്തിൽ ഈ ഗുരുഭക്തനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് വരികയും ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ധർമ്മഭദ സംഘം ആരാണോ ഗുരുകൽപ്പനയ്ക്ക് വിരുദ്ധമായി നിന്നത് അവരെ കായികമായി നേരിട്ട് ഗുരുവിൻ്റെ കൽപ്പന പാലിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അത് വലിയ വലിയ വിപ്ലവമായി മാറി, വലിയ കയ്യാങ്കളിയായി മാറുകയും അതിൽ ഗുരുവിൻ്റെ വിശ്വാസികളായവർ ധർമ്മപട സ്വാമിയുടെ പ്രിയ ശിഷ്യനായ ബോധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ധർമ്മപട സംഘം ആ ലഹളയിൽ വിജയിക്കുകയും ഗുരുവിൻ്റെ കൽപ്പന പാലിക്കുവാൻ അവർക്ക് അവസരം ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഇങ്ങനെ നാട്ടിലാകെയും ഗുരുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്ന ഒരു സമൂഹമുണ്ടായി വന്നപ്പോഴാണ് ഗുരു ഈ സന്ദേശം പുറപ്പെടുവിച്ചത്. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് സമുദായ സംഘടനയെപ്പറ്റിയും മതപരിഷ്കാരത്തെപ്പറ്റിയും നിങ്ങൾ ഗൗരവമായി ചില ആലോചനകൾ ചെയ്തു ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്നു.
ഈ സന്ദർഭത്തിലാണ് ബോധാനന്ദ സ്വാമിയും കുമാരനാശാനും ഒക്കെ ചേർന്ന് നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ മതം എന്നുണ്ടാക്കാനായി ശ്രമിച്ചത്. അതും ഗുരു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇതിനകത്തെ പരാമർശം. എന്നാൽ സംഘടനയുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കാനാകരുത്. ഒരിക്കലും ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് എന്ന് വെച്ചാൽ ഒരു സമുദായ സംഘടനയായി, ഏറ്റവും പച്ചയായി പറഞ്ഞാൽ ഒരു ഈഴവ സംഘടനയായി ഈ സംഘടന മാറരുത് എന്ന് ഗുരുവിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. ആകരുത്, എല്ലാ മനുഷ്യരെയും ചേർക്കുന്ന സംഘമാവണം നമ്മുടേത്. സംഘമെന്ന് പറഞ്ഞ SNDP യോഗത്തെയാണ്. അപ്പം ഈ തരത്തിൽ എന്നിട്ട് ഗുരു മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. മതം എങ്ങനെയുള്ളതായിരിക്കണം, എന്തായിരിക്കണം മതം? ഇപ്പം എല്ലാവരും ഓരോ മതവിശ്വാസികളായിരിക്കും. പക്ഷേ മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും പരിഷ്കൃത ചിത്തരായിട്ടുള്ളവർക്കെല്ലാം സ്വീകാര്യമായിരിക്കേണ്ടുന്നതുമാണ്. അങ്ങനെയുള്ളതായിരിക്കണം മതം. അല്ലാതെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്നതും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ മനുഷ്യരെ കുരുക്കിയിടുന്നതും അവന് സ്വാതന്ത്ര്യം അനുവദിക്കാത്തതും ആകരുത് മതം. മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും പരിഷ്കൃത ചിത്തരായിട്ടുള്ളവർക്കെല്ലാം സ്വീകാര്യമായിട്ടുള്ളതും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പരിഷ്കൃത ചിത്തർ അല്ലെങ്കിൽ സംസ്കൃത ചിത്തർ എന്ന് പറഞ്ഞാൽ പുരോഗമന ചിന്തയുള്ളവർക്കെല്ലാം സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കണം മതം. എന്ന് വെച്ചാൽ അത് കേവലം പുരോഹിതൻ്റെ ഇംഗിതത്തിന് കീഴ്പ്പെട്ട് കുഞ്ഞാടുകളായി വിധേയനായി മനുഷ്യരെ കൊണ്ടുപോകുന്ന, വിധേയപ്പെടുത്തുന്ന, വൈകാരികമായും സാമൂഹികമായും ഒക്കെ വിധേയപ്പെടുത്തുന്ന ഒരു സംവിധാനമാകരുത് മതം. വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും പരിഷ്കൃത ചിത്തരായിട്ടുള്ളവർക്കെല്ലാം, സംസ്കൃത ചിത്തരായിട്ടുള്ളവർക്കെല്ലാം സ്വീകാര്യമായിട്ടുള്ളതുമായിരിക്കണം മതം. എന്നിട്ട് ഗുരു പറയുകയാണ്, ഇതാണ് ഇവിടെയാണ് ഇതിൻ്റെ ഈ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം. നമ്മുടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള സനാതനധർമ്മം. ഗുരു അവിടെ വളരെ കൃത്യമായി പറയുകയാണ്, ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളത് സനാതനധർമ്മമാകുന്നു. മനസ്സിലായോ? അപ്പം ഗുരുവിൻ്റെ വിശ്വാസികൾക്ക് ഈ എന്താണ് സനാതനധർമ്മം എന്ന് എവിടെയും ഇരുട്ടിത്തപ്പേണ്ട കാര്യമില്ല. മനസ്സിലാക്കണം. അപ്പോൾ ഇരുട്ടിത്തപ്പി ഇങ്ങനെ ചർവിത ചർവണം ചെയ്യുന്നത് പോലെ, പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ വെറും സനാതനധർമ്മം എന്ന് പറയുന്നതല്ലാതെ ആരും ഈ സനാതനധർമ്മം എന്താണെന്ന് പറയുന്നില്ല. ഗുരു വളരെ കൃത്യമായി അത് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം ഒരു സനാതനധർമ്മമാകുന്നു എന്ന് മാത്രമല്ല, ഈ ഇത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുമല്ലോ ശാശ്വതമായിരിക്കുന്നത്, മാറ്റമില്ലാത്തത്. ഇനി ഗുരുവിൻ്റെ ഒരു ജാതി, നേരത്തെ സ്വാമി സൂചിപ്പിച്ചു, മനുഷ്യത്വം ജാതി. നോക്കണം, മനുഷ്യന് എത്ര പല്ലാണുള്ളത്? ചെറുപ്പക്കാരുണ്ട്, എത്ര? 32 അല്ലേ? ലോകത്തെവിടെയുള്ള മനുഷ്യന് 32 പല്ലല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സനാതനമാണ്. എത്ര എല്ലാം ഉള്ളത്? 206 മറ്റോ. അത് ലോകത്ത് എവിടെയുള്ള, ഈ ഭൂമുഖത്തുള്ള ഏത് മനുഷ്യൻ്റെയും അസ്ഥികളുടെ എണ്ണം ഒന്ന് തന്നെയാണ്. എത്ര കണ്ണാണുള്ളത്? ശരിയല്ലേ? ഇത് ശബ്ദം, ഈ ശബ്ദമേ ഉള്ളൂ. ശരിയല്ലേ? ഇങ്ങനെ ജാതി ലക്ഷണത്തിൽ ഗുരു മനുഷ്യൻ്റെ ലക്ഷണം പറയുന്നുണ്ട്. അപ്പോൾ അനേക കോടി ഇനങ്ങളിൽ ഒരിനമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ലക്ഷണം ഗുരു കൃത്യമായും പറയുന്നു. ആ മനുഷ്യനെന്ന് പറയുന്നത് ലോകത്തെവിടെയും ഒന്നുപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജാതി സനാതനമാണ്, മാറ്റമില്ലാത്തതാണ്. ഇനി ഈ ഭൂമിയിലല്ലാതെ വേറെ, ഇനി ചന്ദ്രനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗോളത്തിലോ മനുഷ്യനെ അന്വേഷിക്കുകയാണെങ്കിലും ഈ ലക്ഷണങ്ങളുള്ളൊരു ജീവിയാണ് അന്വേഷിക്കുന്നത്.
അല്ല അതിൽ നിന്നും വേറിട്ടൊരു ലക്ഷണമുള്ള ജീവി അല്ല അന്വേഷിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ജാതി സനാതനമാണ് എന്നുള്ളത് അങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്. അപ്പം ഒരു ജാതി എന്നുള്ളത് സനാതനമാണ്. ഒരു മതം, എന്താ മതം? അഭിപ്രായവും മതം നാമ, ഗുരുവിൻ്റെ നിർവചനമാണ്. അപ്പം ഈ പറഞ്ഞു നമ്മളെല്ലാം വന്നിരിക്കുന്നു. നമുക്ക് ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്, സുഖമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. ലോകത്തുള്ള സകല മനുഷ്യരും എന്ത് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു സുഖതൃഷ്ണയുണ്ട്. അപ്പം ഈ സുഖതൃഷ്ണ എന്ന് പറയുന്ന ഭൂമുഖത്തുള്ള ഏത് മനുഷ്യനും ഒന്നുപോലെയുള്ളതാണ്. അപ്പം മതവും സനാതനമാണ്. അതേപോലെ ദൈവം, ഇപ്പം മതങ്ങളാണ് വ്യത്യസ്തമായ ദൈവങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇപ്പം ക്രിസ്തു ഒരു ദൈവം, ഇസ്ലാം മതത്തിന് മറ്റൊരു ദൈവം, ഹിന്ദു മതത്തിന് അനേകം ദൈവം. ഇങ്ങനെയൊക്കെ ഉള്ളത് മതം പഠിപ്പിക്കുന്ന ദൈവങ്ങളാണ് ഇങ്ങനെ അനേകങ്ങളായി മാറുന്നത്. അതാണ് ഓരോ രാജ്യം വിടുമ്പോഴത്തേക്കും ദൈവം മാറ്റം ഉണ്ടാകും. ഇന്ത്യയിലെ ദൈവമല്ല പാകിസ്ഥാനിലെ ദൈവം, പാകിസ്ഥാനിലെ ദൈവമല്ല തിബറ്റിലെ ദൈവം, തിബറ്റിലെ ദൈവമല്ല ചൈനയിലെ ദൈവം. ഇങ്ങനെ ഓരോ രാജ്യം മാറുമ്പോഴും ദൈവം മാറുന്നത് മതം പഠിപ്പിച്ച ദൈവമേ മാറൂ. ഗുരു പഠിപ്പിച്ച ദൈവം ഏതാ? നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. അപ്പം ദൈവം എന്നത് സത്യവും ജ്ഞാനവും ആനന്ദമാണ്. സത്യം ശാശ്വതമായിട്ടുള്ളതാണ്, അത് എവിടെയും ഒന്നുപോലെയുള്ളതാണ്, അതിന് മാറ്റം ഉണ്ടാവുന്നതല്ല. മാറ്റം ഉണ്ടാവാത്തതിനെയാണ് സത്യം എന്ന് പറയുന്നത്. അപ്പം സത്യം എന്താണ്? ഈശ്വര ദൈവവും സനാതനമാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളത് എന്താ? ഒരു സനാതന ധർമ്മമാവുന്നത്, ഒരു കാലത്തും മാറുന്നതല്ല. അപ്പം നിങ്ങൾ ഓർമ്മയോ? അപ്പം ഈ സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ വലിയ സംവാദം നടക്കുന്ന സന്ദർഭത്തിൽ ഈ ഗുരുഭക്തന്മാർ എന്ത് നിലപാടെടുക്കണമെന്ന് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ലാതെ 100 വർഷത്തിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ഗുരു എന്ത് ചെയ്തു? ആ ഗുരുവിശ്വാസികളുടെ സനാതനധർമ്മം വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ അത്? നമ്മുടെ സനാതനധർമ്മം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശമാണ്. ഇതല്ലാതെ മറ്റൊരു സനാതനധർമ്മത്തിൻ്റെ വക്താക്കളല്ല നമ്മൾ. അതും നമ്മൾ തിരിച്ചറിയണം. അപ്പം ഇത് മനസ്സിലാകാതെ വരുമ്പോഴാണ് നമ്മൾ ഇരട്ടിത്തപ്പേണ്ടി വരുന്നത്. അങ്ങനെ ഒരു കാലത്തും ഗുരുവിൻ്റെ ഫോളോവേഴ്സ്, ഗുരുവിൻ്റെ അനുയായികൾ ഇരട്ടിത്തപ്പേണ്ടവരല്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് 100 വർഷം മുമ്പ് വളരെ കൃത്യമായിട്ടും ഗുരു ഈ സനാതനധർമ്മത്തെ ഇവിടെ പ്രതിപാദിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന സന്ദേശത്തെ അത്ര ഗൗരവത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഗുരുവിൻ്റെ ഒരു സന്ദേശമാണ് എന്ന നിലയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ അതിൻ്റെ ഈ സനാതനത്വം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. സനാതനത്വം ബോധ്യപ്പെടുകയും ഈ സനാതനധർമ്മം ഒരു മതമാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഈ സന്ദേശത്തിൽ വിശ്വസിക്കുന്ന, ഈ സന്ദേശത്തിൽ ഏതു പരിഷ്കൃത ചിത്തനും ഈ സന്ദേശം വിശ്വസിക്കാം. എന്തുകൊണ്ട്? സ്വീകരിക്കാം. എന്തുകൊണ്ട്? ഇത് യുക്തിസഹമാണ്. അല്ലാതെ സനാതനം എന്ന് പറഞ്ഞ് നമ്മളെ ഇരുട്ടിത്തപ്പിക്കുകയല്ല, അവ്യക്തമാക്കുകയല്ല, വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സംസ്കൃത ചിത്തരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് തെളിച്ചമുണ്ടായിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ളൊരു മതമാണ് ഏത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന സനാതനധർമ്മം. അപ്പം ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ എന്തു ചേരണം? ഗുരു പറയുകയാണ്, ഒത്തുചേരണം. ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ ഒത്തുചേർന്നൊരു മതമാകുന്നത് ഈ പറഞ്ഞ അസമത്വങ്ങളെ ഇല്ലാതാക്കുവാനും മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും അതേപോലെ തന്നെ മതപരിഷ്കരണ താത്പര്യത്തെ ചെറുക്കുന്നതുമാണ്. അപ്പം ഈ മതത്തെക്കുറിച്ചുള്ള അവ്യക്തത കൊണ്ട് ആ കാലത്ത് മതപരിവർത്തനത്തിന് വേണ്ടി നിൽക്കുന്നവർ, ഇതേ മതത്തിൽ തന്നെ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ചിന്ത ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു സന്ദർഭമാണ്. അത് 927 സ്വാമി തൃപ്പാദങ്ങളും CV കുഞ്ഞിരാമനും തമ്മിലുള്ള സുദീർഘമായ പല സന്ദർഭങ്ങളിലായി നടത്തിയ 1919 മുതൽ ഏതാണ്ട് 26 വരെ നടത്തിയ പല സന്ദർഭങ്ങളിൽ സ്വാമി തൃപ്പാദങ്ങളും CV കുഞ്ഞിരാമനുമായി മതസംബന്ധമായി നടത്തിയ സംവാദങ്ങളിലെല്ലാം ഈ വക ആശയങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട്.
അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗുരു പറഞ്ഞു, മതം മനുഷ്യരുടെ, വിശ്വാസികളുടെ ലൗകികവും അലൗകികവുമായ ആവശ്യങ്ങളെ നിവർത്തി വരുത്തുന്നതാവണം. മനസ്സിലായോ? മതം കൊണ്ട് മനുഷ്യർക്ക് ഉപയോഗം ഉണ്ടാവണം. അപ്പോൾ ഇപ്പം ഗാന്ധിജിയും ഗുരുവുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൽ ഏറ്റവും പ്രധാനമായിരുന്നത് ഗാന്ധിജി മോക്ഷപ്രാപ്തിക്ക് ഹിന്ദു മതത്തോളം പര്യാപ്തമായ മറ്റൊരു മതം ഇല്ല എന്ന് ഗുരുവിനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള വർത്തമാനത്തിൻ്റെ ഗാന്ധിജിയുടെ ലക്ഷ്യം. അപ്പോൾ ഗുരു അതിന് എന്താ പറഞ്ഞത്? ഇതര മതങ്ങളിലും മോക്ഷപ്രാപ്തിക്ക് മാർഗങ്ങളുണ്ടല്ലോ. അപ്പം ഇതും ഈ ഒരു മതത്തിൽ മാത്രമല്ല, സകല മതങ്ങളിലും മോക്ഷപ്രാപ്തിക്ക് ഉള്ള വഴിയുണ്ട്. അതുകൊണ്ട് ഹിന്ദുമതം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം എന്നിട്ട് ആ സന്ദർഭത്തിൽ ഗാന്ധിജിയോട് ഗുരു പറയുന്നുണ്ട്, മോക്ഷമല്ലല്ലോ, മനുഷ്യർക്ക് ലൗകികമായ സുരക്ഷിതത്വമല്ലേ പ്രാധാന്യമുള്ളത്. അപ്പം മതത്തിൽ നിന്ന് ഏറ്റവും അത്യാവശ്യം കിട്ടേണ്ടുന്നത് എന്താണ്? ലൗകികമായ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ, ലൗകികമായ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളുടെ പഠനവും ജോലിയും ഈ മാതിരി കാര്യങ്ങൾ. നിങ്ങൾക്കൊരു സാമൂഹികമായ വിഷയമുണ്ടായാൽ അതിന് പരിഹാരം, നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിന് ഒരു അഡ്മിഷൻ വേണം, അതിനെന്ത് വേണം? മതത്തിൻ്റെ കീഴിൽ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചിന് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കണം. അപ്പം ആ മതവിശ്വാസിക്കുള്ള പ്രിവിലേജാണ് അവന് കിട്ടുന്ന അഡ്മിഷൻ. നിങ്ങളുടെ മകന് ഒരു ജോലി വേണം, മതത്തിൻ്റെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ആ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ ആ മതം എന്ത് ചെയ്യണം? നിങ്ങളുടെ കൊച്ചിന് ജോലി കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കൊച്ചിന് ജോലി കൊടുക്കുമ്പോഴാണ് അവന് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് നിത്യജീവിതത്തിന് വഴികളില്ല, അതിന് വഴി ഉണ്ടാക്കണം മതം. ഇതിനെയാണ് ഗുരു ലൗകികമായ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അപ്പം ഗാന്ധിജി ഈ മോക്ഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മോക്ഷത്തിന് ഏറ്റവും നല്ല മതം ഹിന്ദുമതമാണെന്ന് പറഞ്ഞു വരുമ്പം ഗുരു പറയാണ്, മോക്ഷമെന്ന് പറഞ്ഞൊരു സങ്കല്പമല്ലേ, അതല്ല മനുഷ്യർക്ക് ആവശ്യം. മനുഷ്യർക്ക് ആവശ്യം അവൻ്റെ നിത്യവൃത്തി നടക്കണം, അവന് ലൗകികമായ സുരക്ഷിതത്വം ഉണ്ടാവണം. അപ്പം ആ ലൗകികമായ സുരക്ഷിതത്വത്തിന് ഹിന്ദുമതം എത്രത്തോളം പര്യാപ്തമാണ്, അതാണ്. അപ്പം ഹിന്ദുമതം പര്യാപ്തമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CV കുഞ്ഞിരാമനും കൂട്ടരും ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുവാൻ തയ്യാറായത്. കേരളത്തിലെ ഈഴവരെല്ലാം അങ്ങനെയാണ്. കേരളത്തിലെ ഈഴവരെല്ലാം ഒരു ഘട്ടത്തിൽ CV കുഞ്ഞിരാമൻ്റെയും മറ്റും നേതൃത്വത്തിൽ ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാന കാരണം ഹിന്ദുമതം ഈഴവർക്ക് സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നില്ല. ഈ ഹിന്ദുമതം കൊണ്ട് യാതൊരു പ്രയോജനവും ഈഴവർക്കില്ല, പിന്നോക്കക്കാർക്കില്ല എന്നുള്ള നിലയിലാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം കൊണ്ട് സവർണ കാസ്റ്റ് ഹിന്ദുസ്, ജാതി ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രയോജനമുള്ളൂ, വേറെ ആർക്കും പ്രയോജനമില്ല. അപ്പം നമ്മൾക്കൊക്കെ അവിടെ അവഹേളനമാണ് ഹിന്ദുമതത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഈ അവഹേളനം സഹിച്ച് ഇനിയും ഹിന്ദുമതത്തിൽ തുടരുന്നതിൽ കാര്യമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഗുരുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. CV തന്നെയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഗുരു ചോദിച്ചു, ആട്ടെ, നിങ്ങൾക്ക് ഇവിടുന്ന് അവഹേളനമാണ്, പ്രയോജനമില്ല എന്ന കാരണത്തിലാണല്ലോ നിങ്ങൾ ഹിന്ദുമതം ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇത് ഉപേക്ഷിച്ച് ക്രിസ്തുമതത്തിൽ ചേരുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? അപ്പോഴാണ് CV അത് വളരെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ അവിടുന്ന് പോകും. അപ്പോൾ ഗുരു ഒരു ചെറു മന്ദഹാസത്തോടു കൂടി പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മം അതിനു മാത്രമേ തികയൂ. കാരണം ഒരു മതത്തിലും പുത്തൻ പരിവർത്തനം ചെയ്ത ആൾക്കാരെ ക്രിസ്തു മതത്തിൽ വളരെ ശരിയാണ്. ഇപ്പം നേരത്തെ സ്വാമി സൂചിപ്പിച്ച പോലെ ഈക്രിയും പൂക്രിയൊക്കെ ഉണ്ട്. അപ്പം തിരുവനന്തപുരത്ത് കമുകുംകോടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈക്രികളാണ് എന്ന് പറഞ്ഞാൽ ഈഴവ ക്രിസ്ത്യാനികളാണ് കൂടുതലും. ഈഴവർ പരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയായവരെ ഇന്നും വിളിക്കുന്നത് ഈക്രി എന്നാണ്. പുലേര് പരിവർത്തനം ചെയ്തവരെ പൂക്രി എന്നാണ് വിളിക്കുന്നത്. എന്താ കാര്യം? അപ്പം അവർക്ക് അവിടെയും ഈ അവഹേളനമായി എന്നായി പറഞ്ഞു വന്നേ. അപ്പോൾ സ്വാമി അന്ന് പറഞ്ഞത് എത്ര കറക്റ്റായിരുന്നു.
ഒരു പക്ഷേ സ്വാമി തൃപ്പാദങ്ങൾ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈക്രിയായി നടക്കേണ്ട കക്ഷികളാണ് നമ്മൾ അധികവും. അപ്പോൾ ഗുരു അവിടെ ഇടപെട്ടു. എന്നിട്ടാണ് പറയുന്നത് ഈ മതപരിവർത്തന തൃഷ്ണയുണ്ടല്ലോ. അപ്പം ഈ മതം ഒരു ബാധ്യതയായി മാറി ആ കാലഘട്ടത്തിൽ. അപ്പം പിന്നെ സഹോദരനയ്യപ്പൻ്റെ നേതൃത്വത്തിൽ സഹോദരനയ്യപ്പൻ പറഞ്ഞ ഇതിനേക്കാൾ കുറച്ചുകൂടെ കടുത്ത വാക്കുകളാണ്. ഈഴവർ ഹിന്ദുക്കളാണെന്ന് പറയുന്നത് അവനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല സ്വന്തമാണെന്ന് പറയുന്ന പോലെയാണെന്നാണ്. ഇപ്പം ഒരുത്തനെ ചങ്ങല കെട്ടിയിട്ടിരിക്കുക. അപ്പം അവനെ ബന്ധിച്ചിരിക്കുന്ന സാധനമാണ് ഈ ചങ്ങല. പക്ഷെ അവൻ പറയുകയാണ്, ഞാനിത് ഈ ചങ്ങല വിടത്തില്ല, ഇതെൻ്റെ സ്വന്തമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈഴവർക്ക് ഹിന്ദുമതം എന്നാണ് സഹോദരനയ്യപ്പൻ പറഞ്ഞത്. അപ്പോൾ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക്, പ്രത്യേകിച്ചും ദീക്ഷണാശാലികളായ ശിഷ്യന്മാരെല്ലാം തന്നെ ഈ മതസംബന്ധമായ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയും അവരിൽ അസ്വസ്ഥത ഉണ്ടാവുകയും ഈ ഹിന്ദുമതത്തിൽ അവർക്ക് തുടരുന്നതിൽ താല്പര്യമില്ലാതെയും വന്ന സന്ദർഭത്തിലാണ് ഗുരു ഈ സന്ദേശം പുറപ്പെടുവിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് മാത്രമല്ല, ഈ സന്ദർഭം 927 ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു അനുമതി കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 920 മുതൽ നിർവ്വാണ ഘട്ടം വരെയും എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 7-8 വർഷക്കാലം കേരളത്തിൽ ഗുരുഭക്തരിൽ ഈ മതസംബന്ധമായ ചിന്ത വളരെ കലശലായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചിന്തകൾ എന്ന് പറഞ്ഞാൽ മതത്തെ സംബന്ധിച്ചുള്ള ഗുരുവിശ്വാസികളുടെ ഈ ആശങ്കയ്ക്ക് പരിഹാരമെന്ന നിലയിലാണ് ഗുരു ഈ പള്ളാത്തുരുത്തി സന്ദേശം നൽകുന്നത്. അപ്പോൾ ഇങ്ങനൊരു വലിയ പശ്ചാത്തലം. അപ്പോൾ 27 തീർത്ഥാടനത്തിന് റൈറ്റരും വൈദ്യരും ചെന്ന് ഗുരുവിനോട് ചോദിച്ചതും എന്താ? ഹിന്ദു മതവിശ്വാസികളായവർക്ക് കാശിയും രാമേശ്വരവും പോലെയുള്ള പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളായി ഉണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഇസ്ലാമിന് അവരുടേതായ. അപ്പോൾ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് മാത്രം അങ്ങനെ തീർത്ഥാടന കേന്ദ്രമില്ല. നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോൾ ഗുരു ഉടനെ ചോദിച്ചു, വർക്കല ജനാർദ്ദനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു മത ക്ഷേത്രമാണല്ലോ. അപ്പോൾ വർക്കല പുണ്യസ്ഥലമായി കൽപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ ഗുരു പറഞ്ഞു, വർക്കല ജനാർദ്ദനം ഉണ്ടല്ലോ, അപ്പോൾ ജനാർദ്ദനം പുണ്യമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തീർത്ഥാടനം പോരേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അത് ജാതി ഹിന്ദുക്കളുടെ സങ്കേതമാണ്, അവിടെ ഞങ്ങൾക്ക് അവഹേളനമാണ് ഉണ്ടാവുക. ഓഹോ, അപ്പോൾ അത് പോരാ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുമത സങ്കേതത്തെ തീർത്ഥാടന ആക്കുകയല്ല വേണ്ടത് എന്ന് വൈദ്യരും റൈറ്ററും ആവശ്യപ്പെട്ടപ്പോൾ അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ചെന്നവർ, ആവശ്യക്കാർ ഹിന്ദുമതത്തിൽ വിധേയപ്പെട്ടവരല്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തത് എന്ന് തിരിച്ചറിയണം. കാരണം അവരുടെ ആവശ്യം ഇതാണ്. അതും 927 ആവശ്യം വളരെ കൃത്യമായി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്, പക്ഷേ ഇത് ഇങ്ങനെ ആവശ്യപ്പെട്ട് ചോദിച്ചു വാങ്ങിയതാണ്, അനുവാദം വാങ്ങിച്ചെടുത്തതാണ്. അപ്പം ചോദ്യകർത്താക്കൾ, ആവശ്യക്കാർ ഉന്നയിച്ചത് ഹിന്ദു മതവിശ്വാസികളായ വിശ്വാസികൾക്ക് കാശിയും രാമേശ്വരവും പോലെയുള്ള പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളായി ഉണ്ട്. ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കുണ്ട്, ഇസ്ലാം മതവിശ്വാസികൾക്കുണ്ട്, ഞങ്ങൾക്ക് മാത്രം ഇല്ല. അപ്പോൾ ഈ ഞങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇവർ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് അവിടെ ചെല്ലേണ്ട കാര്യവും ഇല്ലായിരുന്നു. ശരിയല്ലേ? അപ്പം ഇങ്ങനെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ട വിഷയങ്ങളാണ് ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് അന്ധമായി അനുകരിച്ചു പോകാൻ ഇപ്പം എല്ലാവരും 30-31 ആകുമ്പോഴത്തേക്കും മഞ്ഞ കൊടുത്ത് അങ്ങ് പോകും, തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. പക്ഷേ ഈ തീർത്ഥാടനം എങ്ങനെയുണ്ടായി, ഈ തീർത്ഥാടനം ആർക്കു വേണ്ടി ഉണ്ടാക്കി, ആർക്കു വേണ്ടിയാണ് അനുവാദം കൊടുത്തത് എന്നൊന്നും ഈ മഞ്ഞ കൊടുത്ത് പോകുന്നവരാരും ചിന്തിക്കുന്നില്ല. എന്നു മാത്രമല്ല, ഈ തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തത് ഏത് ദിവസത്തേക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏത് ദിവസമാണ്? എന്തോ വളരെ കൃത്യമായി എടുത്തു പറഞ്ഞു, യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പ്. അല്ലാതെ ചിങ്ങ ഒന്നോ മേട 10 അല്ലെങ്കിൽ മേട 1 വിഷു 1 ഒന്നും അല്ല.
എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഭാരതീയനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു തീയതിയാണ് ഗുരു ഈ തീർത്ഥാടനത്തിന് കൽപ്പിച്ചനുവദിച്ചു കൊടുത്തത്. യൂറോപ്യൻ്റെ ആണ്ടുപിറപ്പ്, അതും ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പം മതസംബന്ധമായ അല്ലെങ്കിൽ വിശ്വാസ സംബന്ധമായ ഒരു മോചനത്തിന് വേണ്ടിയിട്ട്, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വെമ്പുന്ന ഒരു സമൂഹം ആയിരുന്നു അന്ന് ഗുരുഭക്തർ. ഓർമ്മിക്കണം, ഈ ജാതി ഹിന്ദുക്കൾക്ക് അടി കൊടുത്ത് ഒതുക്കിയിട്ട് ഗുരുവിൻ്റെ കൽപ്പന പാലിച്ച സമൂഹം 100 വർഷത്തിന് മുമ്പുണ്ടായിരുന്നു. മനസ്സിലായോ? നിങ്ങളൊക്കെ ഗുരുഭക്തരല്ലേ? ആണോ? ശരി തന്നെയല്ലേ? ഉറപ്പാണല്ലോ? ഉറപ്പാണ്. നിങ്ങളുടെ വീട്ടിലെ മരണാന്തര ചടങ്ങ് ഇപ്പം ഏത് ദിവസങ്ങളിലാണ് എത്രാമത്തെ ദിവസമാണ് നടത്തുന്നത്? 10ഉം 11ഉം ആണോ? വെരി ഗുഡ്. ഇങ്ങനെയുള്ളവർ സംഘടിക്കണം എന്നുള്ളതാണ് ഏകലോക മാനവസഭയുടെ ആവശ്യം. മനസ്സിലായോ? ഗുരുവിൻ്റെ കൽപ്പന പാലിക്കുന്നവർ ഒത്തുചേരണം. അത് തന്നെയാണ് പള്ളാത്തുരുത്തി സന്ദേശത്തിൻ്റെ ലക്ഷ്യവും. അപ്പം നമുക്ക് ഗുരു മാത്രമാണ് നമ്മുടെ പ്രമാണം. ഏത് വിഷയത്തിലും ഗുരു എന്ത് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ നമ്മൾ പരിശോധിക്കേണ്ടതുള്ളൂ. നാട്ടിൽ എന്തോ നടക്കട്ടെ, നാട്ടിൻ്റെ ഓളത്തിൽ പോകാനുള്ളവരല്ല ഗുരുവിൻ്റെ വിശ്വാസികൾ, ഗുരുവിനെ അനുസന്ധാനം ചെയ്യുന്നവർ, ഗുരുവിനെ പിന്തുടരുന്നവർ. നിങ്ങളൊക്കെ ഗുരുഭക്തരാണല്ലോ അല്ലേ? ആണ്. നിങ്ങളുടെയൊക്കെ മക്കളെ കെട്ടിച്ചോ? ഇനി മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ടോ? ഒന്ന് കയ്യോ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ കെട്ടിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം. എന്താണെന്നറിയോ? ഈ ബാങ്ക് എന്ന് പറയുന്ന സങ്കല്പം പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഗുരു പറഞ്ഞു മക്കളെ കെട്ടിക്കുമ്പം അവരുടെ ജീവിതത്തിന് താങ്ങായി അവർക്കൊരു സഹായം ചെയ്യുന്നത്, സാമ്പത്തികമായി അവരെ സഹായിക്കണം. അതിന് മക്കളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ട് വിവാഹവേളയിൽ ആ പാസ്ബുക്ക് കൈമാറും. നിങ്ങളിങ്ങനെ ചെയ്യുമോ? എങ്കിലേ നിങ്ങൾ ആരാകുള്ളൂ. പറയൂ. എങ്കിലേ നിങ്ങൾ ആരാകുള്ളൂ. എങ്കിലേ നിങ്ങൾ ഗുരുഭക്തരാകുള്ളൂ. അല്ലേ നിങ്ങൾ യേശുക്രിസ്തു കൂടെ പറയുമായിരുന്നു കപടഭക്തരെയെന്ന്. അപ്പം നിങ്ങൾ ഗുരുവിൻ്റെ പേര് പറയുകയും ഗുരു പറഞ്ഞ മാതിരി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യാൻ നിങ്ങൾ എന്ത് ഭക്തരാണ്? നിങ്ങൾ ഗുരുഭക്തരല്ല, കപടഭക്തർ എന്ന പുതിയ പേരുണ്ടാവും നിങ്ങൾക്ക്. മനസ്സിലായോ? ഇനി മക്കളെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പം ഇന്ന് ഈ കേരളത്തിൽ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ളവരെല്ലാം യാതൊരു പൊരുത്തവും വേണ്ട, അവർ ഈ ഗ്രഹനിലയിലെ പൊരുത്തം മാത്രം നോക്കിയാണ് കൊച്ചുങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നത്. നിങ്ങളുടെ മക്കളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കുമോ? ഉറപ്പാണോ? കാല് മാറരുത്, വാക്ക് മാറരുത്. പിന്നെ എന്ത് നോക്കി കല്യാണം കഴിക്കണം? ഗുരു എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ? കുട്ടികളെ, മക്കളെ, ഇപ്പം പെൺകുട്ടിയെയും ആൺകുട്ടിയെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ അവരെ സംസാരിക്കാൻ അവസരം കൊടുക്കണം. അവർക്ക് പരസ്പരം അറിയാനുള്ള അവസരം കൊടുക്കണം. അച്ഛനമ്മമാർ അവർ പരസ്പരം സംസാരിക്കുമ്പം ഇതെനിക്ക് പറ്റിയവനാണ് എന്ന് മകളും ഇവൾ എനിക്ക് പറ്റിയവളാണ് എന്ന് മകനും തിരിച്ചറിയും. അതാണ് പൊരുത്തം. ആ പൊരുത്തമാണ് പ്രധാനമായും എടുക്കേണ്ടുന്നത്. അല്ലാതെ നിങ്ങൾ അച്ഛനും അമ്മയും അമ്മാവനും കൂടെ പോയിട്ട് എവിടെയെങ്കിലും ഒരു കോന്തനെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ ഗ്രഹനിലയം കൊണ്ടുവന്ന് കൊച്ചിനെ കാണിച്ചിട്ട് ഇത് മതി, എല്ലാ പൊരുത്തമുണ്ട്, 10 പൊരുത്തോ 12 പൊരുത്തോ, അങ്ങനെ പൊരുത്തം നോക്കി മക്കളെ കെട്ടിക്കുന്നവരല്ല ഗുരുവിൻ്റെ ഫോളോവേഴ്സ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമോ? ചെയ്യണം. കണ്ടോ? ഇങ്ങനെയാ. അപ്പം ഇങ്ങനെ ചെയ്താൽ നിങ്ങളറിയാലോ, ഈ
കിലോ കണക്കിന് സ്വർണം വാങ്ങിച്ച് കൊച്ചിൻ്റെ തോളയിൽ തിട്ടെടുത്തിട്ട് സ്റ്റേജിൽ കയറ്റി നിർത്തി ആർഭാടം കാണിച്ച്. ഇപ്പം ഇന്നത്തെ സദ്യ അറിയാലോ, കല്യാണ സദ്യ, എത്ര ലക്ഷക്കണക്കിന് രൂപയ്ക്കുള്ള ആഹാരമാണ് പാഴാക്കി കളയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഗുരുഭക്തരല്ല. അങ്ങനെ ചെയ്യാൻ തയ്യാറായി ഇരിക്കുന്നവരുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. ഏറ്റവും ലളിതമായി കല്യാണം കഴിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ഈ പറഞ്ഞതുപോലെ അവർക്കുള്ള ബാങ്കിൽ നിക്ഷേപിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയണം. നിങ്ങൾ ഗുരുഭക്തരായിട്ടുള്ള ചെറിയ കൂട്ടർ, നമ്മൾ വലിയ ആൾക്കാരെ അല്ല, കൂടുതൽ ഒരു വലിയ സമൂഹത്തെ അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഏകലോക മാനവസഭയുടെ പ്രവർത്തനമെന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഈ കൽപ്പനകളെ പാലിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ വർത്തമാനത്തിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി സന്നദ്ധതയുള്ളവരെ ചേർത്ത് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കും. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ ഇരിക്കണം, നമുക്ക് പ്രവർത്തിക്കണം, ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കണം. ഈ പള്ളാത്തുരുത്തി സന്ദേശം പ്രായോഗികമാകണമെങ്കിൽ എന്ത് വേണം? ഗുരുവിനെ അനുസരിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. ഇന്നിപ്പം സമൂഹത്തിൽ ഗുരുവിനെ കൊണ്ട് ജീവിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, അല്ലാതെ ഗുരുവിനെ അനുസരിക്കുന്നവരെ അല്ല. നമുക്ക് നേരെ തിരിച്ചാൽ നമ്മളുടെ പ്രവർത്തനം എന്താ? ഗുരുവിനെ കൊണ്ട് ജീവിക്കുന്നവരുടെ എണ്ണം ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, മറിച്ച് ഗുരുവിനെ അനുസരിക്കുന്നവരുടെ എണ്ണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? കമ്മിറ്റികൾ ഉണ്ടാക്കി വാർഡ് തലത്തിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ഈ ആശയം പ്രചരിപ്പിക്കും. നോക്കൂ, ഇങ്ങനെ ഒരു കല്യാണം നടത്തിയാൽ ആർഭാടരഹിതമായി ഈ ഉള്ള സ്വർണ്ണമെല്ലാം കൂടെ ലോൺ എടുത്ത് വാങ്ങിച്ച് കൊച്ചിൻ്റെ തലയിലിട്ട് വേദി കൊണ്ട് നിർത്തി കോമാളി വേഷം കെട്ടിച്ച് അവസാനം ആ കടം തീർക്കാൻ വേണ്ടി പാടുപെടുന്ന അതിന് നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന അച്ഛനും അമ്മയും ഉള്ള ഈ നമ്മുടെ നാട്ടിൽ നേരെ മറിച്ച് കാണിച്ചു കൊടുക്കുന്നു. അന്തസ്സായവർക്ക് ജീവിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു, അന്തസ്സായവർ ജീവിക്കുന്നു. നിങ്ങൾ ഗുരുവിൻ്റെ വിശ്വാസികളായ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ജാതി മതഭേദമില്ലാതെ നിങ്ങളെ അനുകരിക്കും സമൂഹം. ഇത് നല്ലതാണ് എന്ന് സമൂഹം തിരിച്ചറിയും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഗുരു പറഞ്ഞില്ലേ, ഒരു വർഗ്ഗക്കാരെ ചേർത്തുണ്ടാക്കാനുള്ള ഇടപാടാകരുത് നമ്മുടെ സമുദായ സംഘടന എന്ന് ഗുരു പറഞ്ഞില്ലേ. അത് പ്രാവർത്തികമാകണേ എന്ത് ചെയ്യണം? ഇത്തരം നല്ല കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിക്കണം. അപ്പം ഇത്തരം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പം മനുഷ്യർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റും. ഈ നന്മയെ അവരനുകരിക്കും. ജാതി മതഭേദമില്ലാതെ ഇത് കൊള്ളാം, അവർ ഗുരുവിൻ്റെ വിശ്വാസികളാണ്, അവർ അവരുടെ കൊച്ചിനെ കെട്ടിച്ചത് കണ്ടോ, ഇതാണ് സമൂഹം അനുകരിക്കേണ്ടത് എന്ന് സമൂഹം തിരിച്ചറിയും. അങ്ങനെ വരുമ്പോഴാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വർഗ്ഗക്കാരുടേതെന്നുള്ള ആ വേലിക്കെട്ട് പൊളിക്കാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ ഗുരുവിൽ വിശ്വസിച്ച് ഗുരുവിൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമ്പോൾ മാത്രമേ ഗുരുവിൻ്റെ പള്ളാത്തുരുത്തി സന്ദേശം പ്രായോഗികമാകുകയുള്ളൂ. അന്ന് ബോധാനന്ദ സ്വാമിയുടെയും ചൈതന്യസ്വാമിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ കൽപ്പനയെ പാലിക്കുന്ന വലിയൊരു സമൂഹമുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് ആശാൻ എഴുതിയത്, ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ. ഗുരുവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് തന്നെ വിജയിക്കുന്നു. ഇങ്ങനെ നമ്മളൊരു ജീവിത ശൈലി പുലർത്തിയാൽ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ ജീവിത വിജയം ഉറപ്പാണ്. നമ്മുടെ എല്ലാം ജീവിതം പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ ദുർവ്യയം ശീലിച്ചിട്ടാണ്, ആഡംബരത്തിൽ നമ്മൾ ഭ്രമം കൊണ്ടിട്ടാണ്, നമ്മൾ അനുകരണത്തിൽ ഭ്രമം കൊണ്ടിട്ടാണ്. കല്യാണം എങ്ങനെ നടത്തണം എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഗുരു പറഞ്ഞ പോലെ എന്നാണ് വിചാരിക്കുന്നത്? അല്ല, അവർ ചെയ്തതിനേക്കാൾ അപ്പുറത്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പുറത്തെ കല്യാണത്തിന് 1000 പേരായിരുന്നു ഉണ്ടായിരുന്നത്, അവിടുത്തെ ഹാളിന് ഇത്രയും കപ്പാസിറ്റി ഉള്ള ഹാളാണ് അവർ ബുക്ക് ചെയ്തത്, എങ്കിൽ നമ്മുടെ ഹാൾ അതിനേക്കാൾ വലുതായിരിക്കണം. അവർ ഇത്ര പവനാണ് കൊടുത്തത്, എൻ്റെ കൊച്ചിന് അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. കണ്ടോ, അവരുടെ സാരിക്ക് ഇത്ര വില. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നതിനെ നോക്കിയിട്ട് അതിനോട് മത്സരിച്ച് അതിനെ അനുകരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് ഗുരു ഒരിക്കൽ പറഞ്ഞത്, നമ്മുടെ ധർമ്മത്തെ പാലിച്ചാൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കണ്ടോ, അപ്പം നമ്മളെ ഭയപ്പെടാതെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും ഗുരു നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം ആ നിർദ്ദേശത്തെ പാലിച്ച്
കൃത്യമായും അത്തരം അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്കറിയാം. ഇപ്പം ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ദൈവം എന്താണെന്നറിയില്ല. ആരെങ്കിലും ഒരു കോമാളി വേഷം കെട്ടിക്കൊണ്ടിരുന്ന അത് ദൈവമെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്നൊരു സമൂഹമായി വിശ്വാസം അത്ര കണ്ട് അതപ്പതിച്ചു പോയിരിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് ഗുരു ദൈവത്തെ പഠിപ്പിച്ചത്. ദൈവമെന്ന് പറയുന്നത് ഈ പറഞ്ഞ, അതുകൊണ്ടല്ലേ ഈ മതത്തെയും ദൈവത്തെയും എല്ലാം ഗുരു വളരെ കൃത്യമായി പഠിപ്പിച്ചത്. അപ്പം ഗുരുവിൻ്റെ പഠിപ്പിക്കലുകളെ നന്നായി ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഗുരുവിൻ്റെ പാത പിന്തുടരുവാൻ, ഗുരു പറഞ്ഞ വഴിയെ ജീവിക്കുവാൻ സാധിക്കൂ. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ദൈവത്തെ ഗുരു പറഞ്ഞ മാതിരി അറിയണം. മനസ്സിലായില്ലേ? അപ്പം ദൈവത്തെ ഗുരു പറഞ്ഞ മാതിരി അറിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരമാവും, ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാവും. മനസ്സിലാവുന്നോ? അപ്പം നിങ്ങളുടെയൊക്കെ ദൈവസങ്കല്പം എന്താണ്? നിങ്ങളൊക്കെ ദേവതാവിശ്വാസികളാണോ? എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ? ഇപ്പം ഇതുവരെ നിങ്ങൾ കുറച്ച് ശക്തമായിട്ടാണ് പറഞ്ഞത്. ഇപ്പം ദൈവത്തിൻ്റെ കാര്യം വന്നപ്പോൾ അത്രയും ശക്തി ഇല്ല പ്രതികരണത്തിന്. നിങ്ങൾക്ക് ഗുരുവിൽ വിശ്വസിച്ച് ജീവിക്കാൻ കഴിയുമോ? ഉറപ്പാണോ? ഉറപ്പാണോ? ഇങ്ങനെ കൈവെക്കുന്നവരുണ്ടാവണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഓർമ്മിക്കണം, ഇന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഈ സമൂഹം ഇത്രയും മാറ്റം വന്നത് ഗുരുവിനെ ജാതി മതഭേദമില്ലാതെ സമൂഹം സ്വീകരിച്ചിരുന്നു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ ഒരു സാമുദായികമായി മാത്രം ഗുരുവിനെ കാണുമ്പം അതിനപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഗുരുവിൻ്റെ ആദ്യത്തെ ശിഷ്യൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളായിരുന്നോ? അല്ല. അവസാനത്തെ ശിഷ്യനോ? അല്ല. കേട്ടോ? മനസ്സിലായില്ലേ? ഗുരുവിൻ്റെ ആദ്യത്തെ ശിഷ്യൻ ആരായിരുന്നു? ശിവലിംഗദാസ സ്വാമി. അന്നത്തെ കാലത്ത് ഇത്രയും ഈ ജാതി സംബന്ധമായ അനാചാരങ്ങൾ അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് നായർ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ശിവലിംഗദാസ സ്വാമി ഗുരുവിനെ ഗുരുവായി സ്വീകരിച്ച് ഗുരുവിനെ പിൻപറ്റിയത് എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗുരുവിൻ്റെ ആത്മോപദേശം പഠിച്ചിട്ടാണോ? ആണോ സുഹൃത്തുക്കളെ? അല്ല. ഗുരുവിൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തെ കണ്ടിട്ടാണോ? അല്ല, അതുമല്ല. കാര്യം എന്താ? ഗുരു ഇതൊക്കെ മരുത്വാമലയിൽ നിന്ന് തപം കഴിഞ്ഞ് ധ്യാനാത്മകമായി ഈ അരുവിപ്പുറത്തെ കുറ്റിക്കാടുകളിൽ ധ്യാന നിരതനായിരുന്ന സന്ദർഭത്തിലാണ് ഈ അയ്യപ്പൻപിള്ള കൊച്ചപ്പിപ്പിള്ള ഈ താപസനെ കാണുന്നത്. അപ്പം ഗുരു ഈ പറഞ്ഞ പോലെ പണ്ഡിതനാണെന്നോ ജ്ഞാനിയാണെന്നോ ഇന്നിപ്പോൾ ആൾക്കാർ പറയുന്നത് സാമൂഹിക പരിഷ്കർത്താവാണെന്നോ ഇതൊന്നും ആർക്കറിഞ്ഞുകൂടാ? ഈ കൊച്ചപ്പിപ്പിള്ളയ്ക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അവരൊന്നായി. ആ ആകർഷകത്വമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഗുരുവിൻ്റെ ദിവ്യത്വം അതാണ്. അപ്പോൾ വളരെ കൃത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഗുരുവിൻ്റെ ദിവ്യത്വമാണ് ജാതിയുടെയോ ഈ പറഞ്ഞ ഉച്ചനീചത്വത്തിൻ്റെ ഒക്കെ അതിർവരമ്പുകളെ ഭേദിച്ച് ഗുരുവിൽ സമർപ്പിതനാകാൻ ഈ കൊച്ചപ്പിപ്പിള്ളയ്ക്ക് കാരണമായത്. ശരിയല്ലേ? ഇന്ന് എന്നെയും നിങ്ങളെയും ആകർഷിക്കേണ്ടതും എന്തു തന്നെയായിരിക്കണം? അതേ ദിവ്യത്വം തന്നെയായിരിക്കണം. ശരിയല്ലേ? ആ ദിവ്യത്വം തിരിച്ചറിയാത്തതാണ് നമ്മുടെ. ഇനി വേറൊന്ന് ചോദിച്ചു, ആ കാലത്ത് നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം കേട്ടോ, ശ്രീനാരായണ ഗുരുവിനെ ദൈവം എന്ന് കുമാരനാശാൻ ഒരുപാട് സന്ദർഭങ്ങളിൽ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. ആശാൻ അത് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല, അല്ലേ? ആശാനെ അങ്ങനെ അല്ലാതെ പാടാൻ പറ്റാത്തൊരു അങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് ആശാൻ മാറ്റപ്പെട്ടത് കൊണ്ടാണ് ആശാൻ പലയിടങ്ങളിൽ നാരായണ ഗുരു നായകൻ എൻ്റെ ദൈവമല്ലോ എന്ന് ഇങ്ങനെ പാടി പുകഴ്ത്തിയത്. പക്ഷേ
അത് കഴിഞ്ഞ് അത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കുമാരനാശാൻ അത് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ലാത്തൊരു കണ്ടീഷനിലാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഗുരുവിനെ ദൈവമെന്ന് പറഞ്ഞ ആരാന്നറിയാവോ? കേരളക്കാരനോ ഈഴവനോ ഹിന്ദുക്കളോ കേരളീയനോ ഭാരതീയനോ അല്ല, ഒരു യൂറോപ്യനാണ്, CF ആൻഡ്രൂസ്. കണ്ടോ? അപ്പം ആ CF ആൻഡ്രൂസിന് ഗുരുവിനെ എൻ്റെ യേശു ക്രിസ്തു ഇത് എന്താ കടന്നു പോകുന്നു. ക്രിസ്തുമത വിശ്വാസിയായ ക്രിസ്തുവിനെ ദൈവമായി അറിയുന്ന ആൻഡ്രൂസ് ആ യേശു ക്രിസ്തുവിനെ നാരായണ ഗുരുവിൽ കാണുകയാണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് പ്രഖ്യാപിക്കുകയാണ് യൂറോപ്യൻ. മനസ്സിലായോ? അവരിവിടുന്ന് നമ്മൾ ഇവിടെ ആരെങ്കിലും പണ്ഡിതന്മാർ എഴുതിയ പുസ്തകം വായിച്ചിട്ടാണോ CF ആൻഡ്രൂസിനെ പോലൊരു മഹാൻ അത് പറഞ്ഞത്? അല്ല. ആ ദിവ്യത്വം ടാഗോർ എന്താ പറഞ്ഞത്? ടാഗോറൊക്കെ കുറഞ്ഞ ആൾക്കാരാ. ടാഗോർ എന്താ പറഞ്ഞത് അറിയാമോ നിങ്ങൾക്ക്? ടാഗോർ പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു വരികയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹർഷിമാരെയും പുണ്യാത്മാക്കളെയും കാണുവാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലെ ശ്രീനാരായണ ഗുരുവിന് തുല്യമായ അതിനോടടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തെ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തുറന്നു പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. I am frankly to admit, nay a person far with. ടാഗോറിൻ്റെ പ്രയോഗം. ഗുരുവിൻ്റെ വ്യക്തിപ്രഭാവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പിന്നെ പുണ്യാത്മാവിനെ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ടാഗോർ ചുമ്മാ പറയുമോ? ഓർമ്മിക്കണം, ടാഗോർ വിവേകാനന്ദ സ്വാമിയെ എത്രയെങ്കിലും തവണ കണ്ടിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായിട്ടുള്ള രാമകൃഷ്ണദേവനെ എത്രയെങ്കിലും തവണ കണ്ടിട്ടുണ്ട്. ആ ടാഗോറാണ് മലയാളത്തിൽ വന്നിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്പിരിച്വലി ഗ്രേറ്റർ ദാൻ നാരായണ ഗുരു ഓഫ് മലയാളം എന്നാണ് ടാഗോർ പറഞ്ഞത്. മലയാളത്തിലെ ശ്രീനാരായണ ഗുരുവിന് തുല്യമായ അതിനോടടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തെ കണ്ടില്ല എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമി എത്രയെങ്കിലും തവണ കണ്ടിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിയെയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസദേവനെയും. മലയാളികൾ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളോട് ചോദിക്കുക, വിവേകാനന്ദ സ്വാമിയാണോ വലുത് നാരായണ ഗുരുവാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളെന്ത് പറയും? വിവേകാനന്ദ സ്വാമി ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് സ്വാമിയെ ഗ്രേറ്റ് എന്ന് പറയും. എന്നിട്ടും നിങ്ങളെന്ത് പറയും? ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോളോവേഴ്സാണെന്ന് പറയുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ വൈരുദ്ധ്യം. മനസ്സിലായില്ലേ? ഇതാണ്. അപ്പം നിങ്ങൾ ജെനുവിനാകുക. ഞാനും നിങ്ങളും ഒന്നുപോലെ ജെനുവിനാകുക. നമ്മുടെ വിശ്വാസത്തിന് എന്ത് വേണം? ഉറപ്പ് വേണം. യുക്തിയുക്തമായ തരത്തിൽ വേണം ഈ വിഷയത്തെ കാണുവാൻ. ഇത് ബ്ലൈൻഡ് ആവുകയല്ല. നിങ്ങൾ ആദ്യം ഗുരുവിനെ പിൻപറ്റി നമ്മുടെ ദൈവസങ്കല്പത്തിന് കുറച്ചുകൂടെ യുക്തിസഹനം ഉണ്ടാക്കിയെടുക്കാം, ഒരു യുക്തി ഉണ്ടാക്കിയെടുക്കാം. ആരെങ്കിലും എന്തെങ്കിലും കോമാളി വേഷം കെട്ടിയാൽ അത് ദൈവമാണെന്ന് പറഞ്ഞാൽ ഓടാന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അവിടെ പാലും പിന്നെ പഴവുമായിട്ട് പോവുകയല്ല വേണ്ടുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ അമ്പലങ്ങൾ ധാരാളം കെട്ടിയുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെപ്പോലുള്ള വിശ്വാസികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു മുറുക്കാൻകട തുടങ്ങണമെങ്കിലും മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ആശ്രമം, പക്ഷേ ഈ മുറുക്കാൻകട തന്നെ നോക്കി നടത്തിയില്ലേ പരാജയപ്പെട്ടു. പക്ഷേ ഒരു ആശ്രമം ഉണ്ടാക്കണമെങ്കിൽ ഒരു പൈസയും വേണം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട. ഇതുപോലെ ഒരു താടിക്കാരനെ കൊണ്ട് ഇരുത്തിയാൽ മതി. 10 പേര് കൂടെ നിൽക്കണം. എന്താ? ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ നമസ്കരിക്കണം, എന്നിട്ട് ദക്ഷിണയും വെക്കണം. ഈ കേരളത്തിലും ഇന്ത്യയിലും തുടങ്ങിയിട്ടുള്ള ഒരു ആശ്രമ പ്രസ്ഥാനവും പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയ ഒരുപാട് ആശാന്മാർ തല ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളും പിന്നെ തുണിയില നടക്കുന്ന ആണുങ്ങളും ഒക്കെ സിദ്ധന്മാരാണ്. അവർക്കെല്ലാം ഫോളോവേഴ്സുണ്ട്. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്.
അപ്പോൾ ആദ്യം മനുഷ്യർക്ക് വേണ്ടുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഈ അജ്ഞത മാറണം. വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ചുണ്ടാകും. അപ്പോൾ അതാണ് ഗുരു ശരിക്കും സ്വാമി തൃപാദങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു കൃത്യം എന്ന് വെച്ചാൽ ദൈവത്തെ പഠിപ്പിക്കലായിരുന്നു. ഇപ്പോൾ ഈ അരിപ്പുറത്ത് തുടങ്ങിയോണ്ട് വരുന്ന എല്ലാ പ്രക്രിയയും വാസ്തവത്തിൽ ദൈവത്തെ പഠിപ്പിക്കൽ പ്രക്രിയയായിരുന്നു. കാര്യം എന്താ? ഈ ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യരെ ഇത്രയേറെ അന്ധതയുണ്ടാക്കും, ഇത്രയേറെ ഉള്ളരുതാത്തവരാക്കുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ, യുക്തിസഹമായൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമല്ല. ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പലരുടെയും ചൂഷണ മാർഗം അത് എല്ലാ മതത്തിലും അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയുണ്ട്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം വിഷയമായിട്ട് എടുക്കരുത്. അതുകൊണ്ടാണ് മഹാകവി നമ്മുടെ വയലാർ ഗുരുവിനെ കുറിച്ച് ആ മനുഷ്യൻ്റെ ശബ്ദത്തിൽ മതങ്ങൾ ഞടുങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ആരുടെ? ഗുരുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മതങ്ങൾ, ഏതെങ്കിലും ഒരു മതമല്ല, സകല മതവും ഞടുങ്ങി. കാര്യം മതത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് ശ്രീനാരായണ ഗുരു. അതെ, ഇന്നും അത് തന്നെയാണ്. ഈ മതവാദികളും മതവാദികളും മതത്തിൻ്റെ പേരിൽ മുതലെടുക്കുന്നവരും മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുന്നവരും മതാധിഷ്ഠിത രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ശ്രീനാരായണ ഗുരുവിനെ ഭയപ്പെടുന്നു. അപ്പം ആ ഭയപ്പാടിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഗുരുവിനെ കൂടെ അവർ പിടിക്കുന്നു. കൂടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. അപ്പോൾ ഗുരുവിനെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭയപ്പെടണ്ട എന്നവർ കരുതുന്നു. അപ്പം മതം, ഏത് മതമായിക്കൊള്ളട്ടെ, മതം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ദർശനമാണ് ഗുരുവിൻ്റെ ദർശനം. അതുകൊണ്ടാണ് ഗുരു മതസംബന്ധമായി നിങ്ങൾ ചിന്തിക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം അത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. SNDP യോഗത്തിന് അയച്ച സന്ദേശമാണ്. അപ്പോൾ SNDP യോഗത്തിന് ഇങ്ങനെ വലിയ ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിൽ നിറവേറ്റാൻ. മനസ്സിലാവുന്നു? അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത് സമൂഹത്തെ അത്ര കണ്ട് പരിവർത്തനം ചെയ്യാനുള്ള കെൽപ്പുള്ള, ശക്തിയുള്ള ഒരു ദർശനം. പക്ഷെ ആ ദർശനത്തെ ഉൾക്കൊണ്ടിട്ട് സമൂഹത്തിൽ ആവശ്യമായ പരിവർത്തനത്തിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് സമൂഹം വീണ്ടും അടിമപ്പെട്ടു പോകുന്നത്, കീഴ്പ്പെട്ടു പോകുന്നത്, പുരോഗമിക്കാതെ പോകുന്നത്, ഇത്ര അന്ധവിശ്വാസം വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഈ നോട്ടീസിൽ എഴുതിയിരിക്കുന്നു, നരബലി പോലും ചെയ്യുന്നു കേരളത്തിൽ. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പം മനുഷ്യനെ കൊന്ന് രക്തം ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുമെന്ന് ഈ പൊട്ട മനുഷ്യൻ വിചാരിക്കുന്നു. ദൈവത്തെ അത്ര നിസാരനാക്കി കളയുന്നു. ദൈവത്തെ അത്ര കണ്ട് ആക്ഷേപിക്കുന്നു മനുഷ്യർ. അപ്പം അതുകൊണ്ടാണ് ഗുരു ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ദൈവവിശ്വാസം ഒരിക്കലും ഗുരു ദൈവവിശ്വാസത്തെ എതിർത്തിട്ടില്ല കേട്ടോ. ഈശ്വരാരാധന എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും എത്തിക്കണം. ഉണ്ടോ? അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരവിശ്വാസം ഉണ്ടാവണം, നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാവണം. നിങ്ങൾ അങ്ങനെ ഒന്ന് ശീലിച്ചാലും മതി. അപ്പം ഏകലോക മാനവ സഭയുടെ ഒരു പ്രധാന അജണ്ടയാണിത്. നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ഭവനത്തിലും ദൈവത്തെ കാണാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ നാട് നീളെ ഓടരുത്. ഈ ഹൃദയത്തിലും ഭവനത്തിലും ഇല്ലാത്തവരാണ് നാട് നീളെ ഓടുന്നത്. അപ്പം അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് നാട് നീളെ ഓടുന്നവരാകരുത് ഗുരുവിൻ്റെ വിശ്വാസികൾ. അവരുടെ ഹൃദയത്തിലുണ്ടാവണം, അവരുടെ ഭവനത്തിലുണ്ടാവണം. കണ്ടോ? അപ്പോൾ എന്താ? അവർക്ക് സംതൃപ്തി ഉണ്ടാകും, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. ഇത് രണ്ടും കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓട്ടം ഓടുന്നത്. പെണ്ണുങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ വിചാരിച്ചാൽ ഈ സമൂഹത്തിൽ മാറ്റം വരുള്ളൂ കേട്ടോ. നിങ്ങൾ പെറുക്കി കെട്ടി ഓടാതിരുന്നാൽ മതി. നിങ്ങൾ മാതൃകയാവണം. നിങ്ങൾ മാതൃകയായാൽ നിങ്ങളെ അനുകരിക്കുന്നവരുണ്ടാവും നിങ്ങളുടെ സമൂഹത്തിൽ, ജാതി മതഭേദമില്ലാതെ. അങ്ങനെയാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ വേർതിരിവ് നമുക്കില്ലാതാക്കാൻ കഴിയുന്നത്. നിങ്ങൾ നല്ലത് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതിൽ ശരിയുണ്ട് എന്നുള്ളത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് അനുകരിക്കാൻ തോന്നും. നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് നീങ്ങാം. ചെയ്യാമോ? ഉറപ്പ്? ഉറപ്പ്. നമുക്ക് ഒന്നിച്ച് നിൽക്കാം. സമ്മതിച്ചല്ലോ?
ഇദ്ദേഹമാണ് ഇതിൻ്റെ തേരാളി, ഈ മൂവ്മെൻറ്റിൻ്റെ. കേട്ടോ, നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും കടന്നു ചെല്ലണം ഗുരുവിൻ്റെ ഈ കൽപ്പനകളുമായി. ഗുരുവിൻ്റെ കൽപ്പനകളെ പാലിക്കുന്ന 10 പേർ ഒരു വാർഡിലുണ്ടായാൽ ഈ കേരളം നന്നാവും. ഗുരുവിൻ്റെ കൽപ്പനയെ പാലിക്കുന്ന 10 പേർ നമ്മുടെ വാർഡിലുണ്ടായ, ഒരു പഞ്ചായത്ത് വാർഡിലുണ്ടായാൽ കേരളം നന്നാവും. കേരളം മറ്റ് സ്റ്റേറ്റുകൾക്ക് നമ്മൾ പതുക്കെ ഇത് മറ്റ് സ്റ്റേറ്റുകളിലേക്കും കടന്നു പോകും. ഇന്നിപ്പോൾ ഗുരുവിൻ്റെ വിശ്വാസികളായിട്ടുള്ള ധാരാളം പേർ കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെയുണ്ട്. അവരുമെല്ലാമായി നമുക്ക് ബന്ധമുണ്ട്. നമ്മളെക്കാൾ വിശ്വാസികളും ഗുരുവിനെ സ്വീകരിക്കുന്നവരുമാണ് ഇതര സംസ്ഥാനത്തിലുള്ളവർ. അത്ര അകളങ്കമായ ഭക്തിയുള്ളവരാണ്. അപ്പം അവരെയൊക്കെ നമുക്ക് ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഗുരുവിൻ്റെ കൽപ്പന പാലിക്കുന്നൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം. അത് നമ്മളിലൂടെയാണ്. ആയിക്കോട്ടെ. അല്ല, നമുക്കിപ്പം ഗുരു പറഞ്ഞതിനെ പഠിപ്പിച്ചാൽ മതിയല്ലോ. ഗുരു പക്ഷേ നമുക്ക് ഗുരുവിൻ്റെ ചെയ്തികളിലൂടെ കടന്നു പോകാം. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ദൈവത്തെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ കൊടുക്കാൻ കഴിയും? ദൈവം ഇങ്ങനെ അലയേണ്ട കാര്യമല്ല ദൈവം എന്ന് എങ്ങനെ സമൂഹത്തെ ബോധ്യപ്പെടുത്താം? സുഹൃത്തേയും ഇപ്പം ഗുരു ക്ഷേത്രപ്രതിഷ്ഠ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അരിപ്പുറം തൊട്ട് ഓങ്കാരേശ്വരം വരെയും ഈ ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ കടന്നു പോയാൽ നമുക്ക് ഒരു നല്ല ദൈവത്തെ കിട്ടും. അരിപ്പുറം ശിവൻ, അതൊക്കെ അങ്ങ് മാറ്റും. കല്ലല്ലേ ശിവപ്രതിഷ്ഠ കല്ലാണ്. ഏറ്റവും അവസാനത്തെ പ്രതിഷ്ഠ ഏതാ? പ്രണവാലേഖിതമായ കണ്ണാടി അല്ലേ? കണ്ണാടി വാസ്തവത്തിൽ കല്ല് മിനുസപ്പെട്ടതാണ്, ഒരച്ചൊരച്ച് അല്ലേ? അപ്പം ഈ കല്ലിൽ നിന്ന് കണ്ണാടി വരെ എത്തുന്നതിനിടയിൽ ഗുരു ഒരിടത്ത് ദീപം പ്രതിഷ്ഠിച്ചു. വിളക്ക്. അവിടെ ഈ പറഞ്ഞ പോലെ അവർ ദേവതാ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി തയ്യാറായിരുന്നവരാണ്. അപ്പോൾ അവരോട് ഗുരു പറഞ്ഞു, ഒരു വിളക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. വിളക്ക് കത്തിച്ചിട്ട് പറഞ്ഞു, അറിവ് ഇതാകട്ടെ ഇവിടുത്തെ ദൈവം. അറിവാണ്, പ്രകാശം ഇരുട്ടിനെ മാറ്റുന്നതാണ്. അജ്ഞാനം അറിവില്ലായ്മയെ മാറ്റുന്നതാണ് പ്രകാശം. അപ്പോൾ പ്രകാശം വന്നാൽ ഇരുട്ട് മാറും. ആ പ്രകാശമാണ് ദൈവം എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് വീണ്ടും ഗുരു തുടർന്നു പോയിട്ട് മുരുക്കുമ്പുഴയിൽ ചെന്ന് അവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു പലക കൊണ്ടുവരാൻ പറഞ്ഞു. അതിലെഴുതി ഓം സത്യം ധർമ്മം ദയ ശാന്തി. എന്നിട്ട് പറഞ്ഞു ഇതാകട്ടെ ഇവിടുത്തെ ദൈവം. അതും കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു? ശാരദാ പ്രതിഷ്ഠ. അവിടെ എന്താ ഈ പറഞ്ഞ ഒരു മാമൂലും ഇല്ല. ഏത് നിവേദ്യമില്ല, ആരാധനയില്ല, മറ്റിടപാടുകളൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥന ഉണ്ടോ? അപ്പോൾ ദൈവവും ഞാനും നേരിട്ടാണ്. ഇവിടെ ഈ പൂജാരി മന്ത്രവാദി ഒന്നുമില്ല. വീണ്ടും പോയിട്ടാണ് ഈ പ്രണവം അലേഖിതമായ കണ്ണാടിയിലേക്ക് എത്തിയത്. അപ്പോൾ നോക്കിയേ, കല്ലിൽ തുടങ്ങി അത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിലേക്ക് അറിവ് പകരുന്നു ദീപം. ആ അറിവ് പകർന്നപ്പോഴത്തേക്കും നമ്മളിൽ മൂല്യബോധമുണ്ടായി. സത്യം, ധർമ്മം, ദയ, ശാന്തി. അപ്പം അങ്ങനെ നമുക്ക് ധൈര്യമുണ്ട് പലതിനെയും നിഷേധിക്കുവാൻ, വേണ്ടാത്തതിനെ നിഷേധിക്കുവാനുള്ള ആർജവമുണ്ടായി. ആ ആർജവം നമ്മളെ എവിടേക്ക് എത്തിച്ചു? ഈ പ്രണവാലേഖിതമായ ദർപ്പണത്തിലേക്ക് എത്തിച്ചു. കണ്ടോ? അപ്പം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ദൈവം അറിവിലേക്ക് ക്രമാനുഗതമായി ഉയർന്നു വരികയാണ്. മനസ്സിലായോ? അപ്പോൾ ഗുരു അറിവാണ് ഈശ്വരൻ എന്ന് പഠിപ്പിച്ചു. മനസ്സിലായല്ലേ? പക്ഷെ അത് കാണിച്ചു തരികയും ചെയ്തു അല്ലേ? കല്ലിൽ നിന്ന് ഈ കണ്ണാടി വരെ എത്തിയപ്പോഴത്തേക്കും വിശ്വാസത്തിൽ നിന്ന് അറിവിലേക്ക് നമ്മൾ അറിയാതെ ഉയർത്തി. നമ്മൾ അറിഞ്ഞിരുന്നത് നമ്മൾ പോവുകയല്ല. അപ്പം അതുകൊണ്ടാണ് ആദ്യമേ കണ്ണാടി വെച്ചിരുന്നെങ്കിൽ സംഗതി കുഴഞ്ഞു പോയേനെ ഇല്ലേ? എന്താ കാര്യം? നമ്മൾ അറിയും. മറ്റേത് നമ്മുടെ വിശ്വാസത്തോട് ചേർന്ന് നിന്ന് ക്രമാനുഗതമായി പതുക്കെ ഗുരു എവിടെ എത്തിച്ചു? ഈ അറിവിലേക്ക് എത്തിച്ചു. അറിവ്. ഇപ്പം ദൈവം ഈശ്വരൻ
അറിവാണ്, നമ്മുടെ പ്രജ്ഞയാണ് എന്ന് നമുക്ക് സാധാരണ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പം അറിവുണ്ടാവണം. അപ്പം അതിനാണ് ഇപ്പം വിദ്യാഭ്യാസം. കണ്ടോ, അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. അവൻ്റെ മനസ്സ് കല്ലുപോലെ, അരുവിപ്പുറം പോലെയാണ്. അതിനെ എന്ത് ചെയ്യണം? അറിവ് കൊണ്ട് ഉരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് നിർമ്മലമാക്കി, ദർപ്പണ സമാനമാക്കി, സർവ്വതും പ്രതിഫലിക്കുന്ന ഈ ദർപ്പണം പോലെയാവണം. മനസ്സിലാവുന്നു? അപ്പോൾ ദൈവം അറിവാണ്. അപ്പം നമ്മൾ അറിവ് വളർത്താനാണ് ശ്രമിക്കേണ്ടത്. അറിവ് വളരുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെല്ലാം മാറി നിൽക്കാനേ പറ്റൂ. ഏതുപോലെ? വെളിച്ചം വരട്ടെ, അറിവുണ്ടാവട്ടെ. അപ്പോൾ ഇരുട്ടിന് വരാൻ ഒക്കില്ലാത്തതുപോലെ തന്നെ നമ്മളിൽ അറിവുണ്ടാകുമ്പം ഈ അജ്ഞത മാറും. അപ്പോൾ ഒരുത്തം വന്ന് പറയുക, ഇപ്പോൾ കോഴി അറുത്താ മോശം കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ താടിക്ക് തട്ടാൻ നമുക്ക് പറ്റും അല്ലേ? നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം കൊള്ളരുതായ്മകളെ നമുക്ക് വളരെ ധൈര്യപൂർവം പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ ഈ അറിവില്ലായ്മകൾ നമ്മളെ കീഴ്പ്പെടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അറിവുള്ളവരായി മാറുക എന്നുള്ളതാണ്. അപ്പം ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾക്ക് പഠിച്ച് അറിഞ്ഞ് നമ്മളിൽ നിന്ന് അന്യമായി നമ്മുടെ എന്താ പറയുക ബോധം, അറിവാണ് ഈശ്വരൻ എന്നറിയുവാൻ സാധാരണ ജനങ്ങളെ പ്രാപ്തരാക്കണം. ആയിക്കോട്ടെ, ഇനി ഇങ്ങനെ ഒന്ന് ചോദിക്കെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ അല്ലേ?